എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, പേജ് നമ്പർ 128 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ ഇതൊരു പോളിനോമിയൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ബഹുപദങ്ങൾ തന്നിരുന്നു, അതിന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാൻ ചെയ്യാം അല്ലെ. എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കും, എക്സിന് 1 എന്നും 2 എന്നും 0 എന്നും -1 എന്നൊക്കെ കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബഹുപദങ്ങൾക്ക് ഓരോ വാല്യൂസ് കിട്ടാണ് ചെയ്തിരുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പോളിനോമിയലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ എങ്ങനെ തന്നിട്ടുണ്ട്? P(1) = 1, P(2) = 2. ഇത് പോളിനോമിയലിന്റെ വാല്യൂ ആണ്. ഇത് അതായത് എക്സിന് 1 കൊടുക്കുമ്പോൾ ആ ബഹുപദത്തിന് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. എക്സിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പോളിനോമിയൽ വാല്യൂ 3 എന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് പോളിനോമിയൽ അറിയില്ല. P(x) = നമുക്ക് ഇങ്ങനെ എഴുതാറുണ്ടല്ലോ, x² + 3x + 4x എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാറുണ്ട്. ആ കാര്യം നമുക്ക് അറിയില്ല, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? നമുക്ക് പോളിനോമിയൽ തന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? എക്സിന് വാല്യൂസ് കൊടുത്തുകൊണ്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാൻ തൊട്ട് മുമ്പ് ചെയ്ത പോലെ. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോളിനോമിയലിനെ അല്ലെങ്കിൽ ബഹുപദങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണെന്നുള്ളത് ഓക്കെ, അതിനുള്ള ഡാറ്റാസ് ഇവരിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, അതായത് 1ാം കൃതി ബഹുപദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ തിയറി പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 1ാം കൃതി ബഹുപദങ്ങളെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും? പോളിനോമിയൽ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? P(x) = എങ്ങനെ എഴുതാം? ax + b എന്ന് നമുക്ക് പറയാം. അതായത് എക്സ് മാത്രമുള്ള ഒരു ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ് എന്ന് എഴുതി, ഇതൊരു 1ാം കൃതി ബഹുപദമാണ്. 2x എന്ന് എഴുതി, പിന്നെയോ 2x + 3 എന്ന് എഴുതി. ഇതെല്ലാം എന്താണ്? 1ാം കൃതി ബഹുപദമാണ്. ഇതിനെല്ലാത്തിനും കൂടെ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ ax + b എന്നാണ് പറയാന്നുള്ളത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ സെക്കൻഡ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും P(x) = ax² + bx + c എന്ന് വരുന്നത്. ഓക്കെ, അതായത് x² മാത്രം ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ഡിഗ്രി ആണ്. 4x² ഉണ്ടെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ആണ്. 4x² + 5x ഉണ്ടെങ്കിലും അത് 2ാം കൃതി ബഹുപദമാണ്. അതേപോലെ തന്നെ 4x² + 5x - 3 ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം എന്താണ്? x² ഉണ്ടെങ്കിൽ അതെന്താണ്? 2ാം കൃതിയാണ്, സെക്കൻഡ് ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ വേണമെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഇതാണ് കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, എല്ലാത്തിനെയും കൂടെ ജനറലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പറയും? എല്ലാ സാധ്യത ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ പറയാറ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ 2ാം കൃതി ബഹുപദങ്ങൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 1ാം കൃതി ആണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് P(x) = ഞാൻ പൊതുവായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ax + b എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി P(1) വാല്യൂ 1 ആണ്, അത് ആദ്യം എഴുതാം. P(1) = 1 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ P(1) എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ പൊസിഷനിൽ 1 കൊടുക്കണം അല്ലെ. P(1) എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ പൊസിഷനിൽ 1 കൊടുക്കണം അല്ലെ. അപ്പൊ a(1) + b = അതിന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 1 ആണ്. എക്സിന്റെ പൊസിഷനിൽ 1 കൊടുക്കുമ്പോൾ ആ പോളിനോമിയലിന്റെ വാല്യൂ എന്തായി മാറുന്നുണ്ട്? 1 ആയി വരുന്നുണ്ട്. അതായത് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതായത് a(1) + b = 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് 1ാമത്തെ ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ a(1) എന്ന് പറയുന്നത് a ആണ്. a + b = 1 എന്ന് പറയാൻ പറ്റും. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത എന്താണ്? P(2) = 3 വരുന്നുണ്ട്. P(2) = 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. P(2) = 3 അല്ലെ. അതായത് എക്സിന്റെ പൊസിഷനിൽ എന്തിനും 2 കൊടുക്കണം. അപ്പോൾ a(2) + b = 3 ആണോ? a(2) + b എന്ന് പറഞ്ഞിട്ട്, അപ്പൊ a(2) എന്ന് പറയുന്നത് 2a ആണ്. 2a + b = 3 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? 2a + b = 3. ഇത് 2ാമത്തെ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇങ്ങനെ 2 ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അതായത് സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ശ്രദ്ധിക്കുക, ഞാൻ ഇതിനെ അടുത്ത് എഴുതാണ് a + b = 1 എന്ന് എഴുതി. ഇത് 1ാമത്തെ ഇക്വേഷൻ ആണ്. ഈ 2 ഇക്വേഷൻസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടായി കുറയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂസ് കിട്ടും. അപ്പൊ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും ഇത് കുറയ്ക്കാം അല്ലെ. ഇവിടെ 2a
പ്ലസ് ബി ഉള്ളത്, ഇവിടെ എ പ്ലസ് ബി ഉള്ളത്. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ഈ ബിയും ബിയും എന്ത് ചെയ്യാം, ക്യാൻസൽ ആയി പോകും, മൈനസ് ചെയ്ത് പോകാൻ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2a മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്, എ ആണ്. ബി മൈനസ് ബി എന്താണ്, 0 ആണ്. 2a മൈനസ് എ, 2a നിന്ന് ഒരു എ കുറച്ചാൽ എന്ത് കിട്ടും, എ കിട്ടും. ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്. അപ്പൊ എയുടെ വാല്യൂ എന്ത് വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. ശരിയാണോ? എയുടെ വാല്യൂ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, എ ഇസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തേക്ക്, ഒന്നാമത്തെ ഇക്വേഷനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബിയുടെ വാല്യൂ കൂടെ കിട്ടും. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ പറയുന്നത് എന്താണ്, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് പറയുന്നത് അല്ലെ. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 എന്നാണ് ഒന്നാമത്തെ ഇക്വേഷൻ പറയുന്നത്. അതിൽ എയുടെ വാല്യൂ 2 ആണ്. 2 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ബി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, ഈ 2നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പൊ എന്ത് വരും, ഈ +2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ, ഇത് പ്ലസ് ആണ് നിൽക്കുന്നത്, അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ -2 ആയി മാറും. 1 - 2 എന്ന് പറയുന്നത് എത്രയാണ്, -1 ആണ്. ബി ഇസ് ഈക്വൽ ടു -1 എന്ന് പറയാൻ പറ്റും. ഇപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഇവിടെ വെച്ച് നിർത്തും. ഇതല്ല, നമുക്ക് എന്ത് ചെയ്യണം, പോളിനോമിയൽ എഴുതണം അല്ലെങ്കിൽ ബഹുപദം എഴുതണം. അപ്പൊ നമ്മൾ എയും ബിയും ഒക്കെ ഉപയോഗിച്ച് ഈ സംഗതി എഴുതണം. ശ്രദ്ധിക്കുക, എയുടെയും ബിയുടെയും വാല്യൂ ഇവിടേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ എഴുതാൻ പോവാണ്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ എത്രയാണ്, 2 ആണ്. അപ്പൊ 2x, എയുടെ വാല്യൂ എന്താണ്, 2 ആണ്. അപ്പൊ 2x. ഇനി എന്താണ്, പ്ലസ് ബി അല്ലെ. ബിയുടെ വാല്യൂ എന്താണ്, -1 ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ബിയുടെ വാല്യൂ 5 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2x + 5 എന്ന് എഴുതാം. ബിയുടെ വാല്യൂ -1 ആണ് വന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ -1 എന്ന് ആക്കി കൊടുത്താൽ മതി. 2x - 1 എന്നാണ് നമ്മൾ പോളിനോമിയൽ. മനസ്സിലായോ? ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു സിമ്പിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും കൂടെയാണ്. ഇതിവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പോളിനോമിയൽസിന്റെ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. എക്സിന് ഓരോ വിലകൾ കൊടുക്കുമ്പോൾ, എക്സിന് 1 എന്നും എക്സിന് 2 എന്നും കൊടുക്കുമ്പോൾ നമുക്ക് ബഹുപദങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 1 എന്നും 3 എന്നുള്ള വിലകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബഹുപദം ഏതാണ്, പോളിനോമിയൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നേരത്തെ ചോദ്യങ്ങളിലൊക്കെ ഇത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കിത് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ അടുത്ത് വരുന്നതാണ്, ഓക്കെ, പി ഓഫ് 1 ഇസ് ഈക്വൽ ടു -1 ആണ്. പി ഓഫ് -2 ഇസ് ഈക്വൽ ടു 0, 3. പി ഓഫ് -2 ഇസ് ഈക്വൽ ടു 3. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് അല്ലെ. എന്താ കണ്ടുപിടിക്കേണ്ടത്, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതിനെ നമ്മൾ എങ്ങനെ എഴുതും, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ax പ്ലസ് ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ax പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ എഴുതാൻ പി ഓഫ് 1 ഇസ് ഈക്വൽ ടു -1. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു -1. അതായത് എക്സിന്റെ പൊസിഷനിൽ 1 കൊടുക്കുമ്പോൾ ഈ മുഴുവൻ സംഗതി, അതായത് ഈ മുഴുവൻ ഇതിന്റെ വാല്യൂ -1 ആയി മാറുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, എക്സിന്റെ പൊസിഷനിൽ 1 കൊടുക്കുക. a × 1 പ്ലസ് ബി, a × 1 പ്ലസ് ബി ഇസ് ഈക്വൽ ടു -1. അതിന് നമുക്ക് a × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, a തന്നെയാണ്. a പ്ലസ് ബി ഇസ് ഈക്വൽ ടു -1. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. a × 1 a ആണ്, പ്ലസ് ബി ഇസ് ഈക്വൽ ടു -1 എന്ന് പറയാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തെ സമവാക്യം നോക്കുക. അതായത് എങ്ങനെ പറയാൻ പറ്റും, രണ്ടാമത്തെ കാര്യം നമുക്ക് എങ്ങനെ, പി ഓഫ് -2, ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ അല്ലെ. പി ഓഫ് -2 എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. അതായത് എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ, എക്സിന് -2 കൊടുക്കുമ്പോൾ ഈ മുഴുവൻ ബഹുപദത്തിന്റെ വില എന്തായി മാറുന്നുണ്ട്, 3 ആയി മാറുന്നുണ്ട്. അപ്പൊ അത് a × -2 എഴുതാണ്, a × -2 പ്ലസ് ബി അല്ലെ. a × -2 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 3 എന്ന് പറയാൻ പറ്റും. a × -2 എന്ന് പറഞ്ഞാൽ എന്താണ്, -2a ആണ്, പ്ലസ് ബി ഇസ് ഈക്വൽ ടു 3 എന്ന് പറയാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇതിനെ ശ്രദ്ധിക്കുക, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഞാൻ ഇതിന് തൊട്ട് താഴെ a പ്ലസ് ബി ഇസ് ഈക്വൽ ടു -1 എന്നുള്ള ഒന്നാമത്തെ ഇക്വേഷൻ എഴുതി കൊടുക്കും. നമ്മൾ രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്, രണ്ടും കൂടെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ രണ്ടും കൂടെ സോൾവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ വലിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്, ചെറുത് എന്താണ്, 1 ആണ്. അപ്പോൾ 2ൽ നിന്നും 1 കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് എന്ത് ബി ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് കുറയ്ക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും
ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വരുന്നത് നോക്കാം. ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ -2a മുകളിൽ നിന്നും താഴെയുള്ളത് മൈനസ് ചെയ്യണം. അപ്പോൾ മുകളിലുള്ള എന്താണ് -2a ആണ്, താഴെയുള്ളത് എന്താണ് a ആണ്. ഇവ തമ്മിലാണ് മൈനസ് ചെയ്യേണ്ടത്, മറക്കരുത്. ഓക്കെ അല്ലേ? ഈക്വൽ ടു പിന്നെ എന്ന് വെച്ചാൽ പിന്നെ b മൈനസ് ബി എന്തായാലും മാറും, 0 ആയി പോകും, b അങ്ങ് ഒഴിവായി പോകും. ബാക്കി എന്താണ് റൈറ്റ് സൈഡിൽ 3 മുകളിലുണ്ട്, താഴെ എന്തുണ്ട് -1 ഉണ്ട്. മുകളിലുള്ളതിൽ നിന്നും താഴെയുള്ളത് b മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ കാൽക്കുലേഷൻ എന്തായി മാറും? -2a മൈനസ് a. ഇതെന്ത് വരും? -3a ആയിരിക്കും. എന്തായിരിക്കും? -2a മൈനസ് a എന്ന് പറയുന്നത് 3 ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞ നമ്പേഴ്സ് എങ്ങനെയാണോ മൈനസ് ചെയ്യുന്നത് അത് രൂപത്തിൽ എങ്ങനെ, അതായത് -2 -1 എന്ന് പറയുന്നത് എന്താണ്? -3 ആണ്. അത് ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. രണ്ടും ഒന്നും കൂട്ടി കഴിഞ്ഞാൽ 3 ആണ്, ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി -3a ഇവിടെ 3+1 ആണ് വരിക. 3+1 = 4 എന്ന് പറയാൻ പറ്റും. അപ്പൊ -3a = 4 ആണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എയുടെ വാല്യൂ എന്ത് വരും? ഈ -3നെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ 4/-3 എന്ന് പറയാൻ പറ്റും. ഇവിടെ -3a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 × a എന്നാണ് അർത്ഥം അല്ലേ? -3 × a. ആ -3നെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ -3 ആയി മാറും. -3 എന്നുള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ /-3 ആയി മാറും. ഇങ്ങനെയാണ് വരുന്നത്. അതായത് -4/3 ആണ് എയുടെ വാല്യൂ. അപ്പൊ എയുടെ വാല്യൂ -4/3 ആണ് അല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യണം? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഇക്വേഷൻ അകത്തേക്ക് ഉപയോഗിക്കാം. ഓക്കെ, എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1 എടുക്കുന്നുണ്ട്. ഇക്വേഷൻ നമ്പർ 1 എന്താ പറയുന്നത്? a + b = 1 എന്നാണ് പറയുന്നത്. സോറി, -1 കേട്ടോ. a + b = -1 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, എയുടെ വാല്യൂ എത്രയാണ്? -4/3 ആണ്. + b = -1 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ -4/3നെ എന്ത് ചെയ്യാം? അങ്ങോട്ട് കൊണ്ടുപോകണം. -4/3 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറും? +4/3 ആയി മാറും. ഓക്കെ അല്ലേ? ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ a + b = -1 എന്നാണ് നമുക്ക് കിട്ടില്ല. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. അതുകൊണ്ടാണ് അത് എടുത്തത്. a + b = -1 എന്ന് പറയാൻ പറ്റും. ദെൻ എയുടെ വാല്യൂ -4/3 നമ്മളോട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്ത് ഇവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ -4/3നെ കൂടെ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ഓക്കെ അല്ലേ? അങ്ങനെ -4/3 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറും? +4/3 ആയി മാറും. ദെൻ ഇതെങ്ങനെ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് നമ്പറിന് ആദ്യം എഴുതാം. ഇവിടെ തൊട്ട് മുമ്പേ തോന്നുന്നു 4/3 എന്നുള്ള പോസിറ്റീവ് നമ്പറിന് ആദ്യം എഴുതാം. 4/3 -1 അല്ലെ? 1ന് എന്ത് ചെയ്യുക? രണ്ടാമത് എഴുതി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 4/3 -1 എന്നുള്ളത് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ ചെയ്യുക. അതെങ്ങനെയാണ്? 1 × 4 എന്ന് പറയുന്നത് എത്ര വരും? ഞാൻ ഇവിടെ ആൻസർ എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കുക. 1 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. -3 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. /3 എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും 4 - 3 എന്ന് പറയുന്നത് 1 ആണ്. 1/3 എന്ന് പറയാൻ പറ്റും. അപ്പൊ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1/3 ആണ്. ഓക്കെ അല്ലേ? ഞാൻ ഇനി പോളിനോമിയൽ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് -4/3 ആണ്. ശ്രദ്ധിക്കുക, എയുടെ വാല്യൂ -4/3 ആണ്. ബിയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 1/3 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിന് പകരം എക്കും ബിക്കും പകരം കൊടുക്കുക. അപ്പൊ എയുടെ വാല്യൂ -4/3 ആണ് അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. ലാസ്റ്റ് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ മാറ്റി എഴുതാം. ഓക്കെ, ശരിക്കും ഇവിടെയാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, p of x is equal to എയുടെ വാല്യൂ എന്താണ്? -4/3 ആണ്. അപ്പൊ -4/3a പ്ലസ് ബിയുടെ വാല്യൂ എത്രയാണ്? 1/3 ആണ്. ബിയുടെ വാല്യൂ 1/3 ആണ്. ഇത് ഇത്ര എഴുതി വെച്ചാൽ മതി. ആ എയുടെയും ബിയുടെയും വാല്യൂ ജസ്റ്റ് സോറി x കേട്ടോ, -4/3x. എയുടെ പകരം എന്ത് ചെയ്യണം? -4/3 കൊടുക്കണം. -4/3x പ്ലസ് ബിയുടെ വാല്യൂ എഴുതി കൊടുക്കുക. അപ്പൊ എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എന്തിനാ മതി? ജസ്റ്റ് അതിന് ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതിനകത്ത് ആകെ റിസ്ക് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 2 ഇക്വേഷൻസ് വരും, 2 സമവാക്യങ്ങൾ വരും. അത് സോൾവ് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് എന്ത് ചെയ്യുക? നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ദിവസം പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലെ?
എന്താ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചില ചെറിയ ചെറിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വരാം. അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ജനറൽ ഫോം എഴുതണം. അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ളതാണ് ഇതിന്റെ ജനറൽ ഫോം. ഓക്കെ, ജനറൽ ഫോം എഴുതിയിട്ടുണ്ട്. നമ്മൾ എയും ബിയും സിയും ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറി? നമുക്ക് ആവശ്യമായ ഫോർ എക്സാമ്പിൾ 4x² പ്ലസ് 3x പ്ലസ് 5 എന്നാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പൊ എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്, സിയുടെ വാല്യൂ 5 ആണ്. അപ്പൊ നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കാനാണ് നമ്മൾ പണി. അത് കണ്ടുപിടിക്കാനുള്ള ഡാറ്റാസ് ആണ് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2 എന്നൊക്കെ അവർ തന്നിട്ടുണ്ട്. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ എന്തായി മാറുന്നുണ്ട്? 0 ആയി മാറുന്നുണ്ട്. അതേപോലെ തന്നെ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ എന്തായി മാറുന്നുണ്ട്? 2 ആയി മാറുന്നുണ്ട്. എക്സിന് 2 കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ വാല്യൂ 6 ആയി മാറുന്നുണ്ട്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ കൊടുക്കണം, പി ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ എങ്ങനെ കൊടുക്കണം? a ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് b ഇൻറ്റു 0 പ്ലസ് c ഇസ് ഈക്വൽ ടു 0 അല്ലേ? a ഇൻറ്റു 0 സ്ക്വയർ എത്രയാണ്? 0 ആണ്. b ഇൻറ്റു 0 എന്ന് പറയുന്നത് എത്രയാണ്? അതും 0 ആയി പോയി. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ലെഫ്റ്റ് സൈഡിൽ 0 മാത്രം, c മാത്രമേ ഉണ്ടാവുള്ളൂ. c ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സിയുടെ വാല്യൂ 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട ഈ പോളിനോമിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് c ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4x² പ്ലസ് 5x എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതി മാത്രം ലാസ്റ്റ് എഴുതുന്ന നമ്പർ ഇല്ല എന്നാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഡൗട്ട് ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ബിയുടെ വാല്യൂ 0 കിട്ടിയെന്ന് വിചാരിക്കാം. ബിയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 0 ഇൻറ്റു എക്സ് അല്ലെ? ഈ ബി 0 ആയി കഴിഞ്ഞാൽ ഈ ടേം മുഴുവനായിട്ട് എന്തായി പോകും? 0 ആയി പോകും. ബാക്കി പിന്നെ എന്തുണ്ടാവും? അപ്പോൾ 4x² പ്ലസ് 7 അങ്ങനെ എന്തെങ്കിലുമായിരിക്കും ഉണ്ടാവുന്നുണ്ടാവും. എക്സിന്റെ ടേം ഉണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായോ? ബിയും സിയും 0 ആയി കഴിഞ്ഞാൽ ബിയും സിയും 0 ആയി കഴിഞ്ഞാൽ എന്താ മാറും? മുഴുവനായിട്ട് ഇതങ്ങ് പോകും. പിന്നെ x² ടേം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി ശ്രദ്ധിക്കുക, ഇത് സിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പൊ സിയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത് കൂടെ കൂടെ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 2 ആണ്. പി ഓഫ് 1ന്റെ വാല്യൂ എന്താണ്? 2 ആണ്. ഓക്കെ അല്ലേ? ഇനി നോക്കാം. അപ്പൊ പി ഓഫ് 1 എക്സിന്റെ പൊസിഷനിൽ 1 കൊടുക്കണം. a ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് b ഇൻറ്റു 1 എന്ന്. സിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പിന്നെ എല്ലാത്തിനെയും കൂടെ എഴുതേണ്ട കാര്യമില്ല. ഇസ് ഈക്വൽ ടു 2 ആണ് വരുന്നത്. ഇനി a ഇൻറ്റു 1 സ്ക്വയർ എന്ന്, a ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? a ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് b ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ b ആണ് അല്ലേ? b ഇൻറ്റു 1 എന്ന് പറയുന്നത് b ആണ്. ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. a ഇൻറ്റു 1 എന്ന് പറയുന്നത് എത്രയാണ്? a ആണ്. a പ്ലസ് b ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. a പ്ലസ് b ഇസ് ഈക്വൽ ടു 2 എന്ന് വരുന്നത്. ഇനി എന്താണ് അടുത്ത കണ്ടീഷൻ ആയിട്ട് അവർ തന്നിരിക്കുന്നത്? എന്താണ് അടുത്ത കണ്ടീഷൻ ആയിട്ട് അവർ തന്നിട്ടുള്ളത്? ശ്രദ്ധിക്കുക, പി ഓഫ് 2 ഇസ് ഈക്വൽ ടു എന്താണ്? 6 ആണ്. പി ഓഫ് 2ന്റെ വാല്യൂ 6 ആണ്. അപ്പൊ പി ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? എക്സിന്റെ പൊസിഷനിൽ 2 കൊടുക്കണം. അതായത് a ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് b ഇൻറ്റു 2 അല്ലെ? സി എഴുതേണ്ട കാര്യമില്ല, സി 0 ആണ്. ഓക്കെ അല്ലേ? ഇസ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത്. ഇനി a ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. പ്ലസ് b ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2b ആണ്. ഇസ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് a ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4a പ്ലസ് 2b ഇസ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നമ്പേഴ്സ് ശ്രദ്ധിക്കുക. 2, 4, 6 ഇതെല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യും? എല്ലാറ്റിനും ഞാൻ എന്ത് ചെയ്യും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാൻ പോവാണ്. അത് മനസ്സിലായോ? ഒരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ഒരു സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാറ്റിനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ബൈ 2 ചെയ്യുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. ഹരിക്കണം 2 ചെയ്യുന്നു അല്ലെ? അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? ഞാൻ എഴുതുന്നില്ല. ഓക്കെ, ഇങ്ങനെ 2 ചെയ്യുന്നുണ്ട്. അപ്പൊ 4/2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2a പ്ലസ് 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, വേറെ ഒരു b വരും. 6/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കിട്ടും കേട്ടോ. ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഇത്, അല്ലെങ്കിൽ ഈ സമവാക്യത്തിന്റെ ഈ ഇക്വേഷന്റെ ഇരട്ടിയാണ് നമ്മളോട് എഴുതി വെച്ചിട്ടുള്ളത്, ഡബിൾ ആണ്. ഓക്കെ, അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇപ്പൊ ഏറ്റവും സിമ്പിൾ ഫോമിൽ 2a പ്ലസ് b ഈക്വൽ ടു 3 എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നാമത്തെ ഇക്വേഷന്റെ കൂടുതൽ a പ്ലസ് b ഈക്വൽ ടു 2 എന്ന് വരുന്നുണ്ട്. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് സോൾവ് ചെയ്യാം.
നേരത്തെ എഴുതിയ പോലെ 4a 2b ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്, നമ്പേഴ്സ് വലുതാവും. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെറുതാക്കി കൊണ്ടുവരാൻ എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക എപ്പോഴും. അതൊക്കെ നമുക്ക് സ്പോട്ടിൽ ഓർമ്മ വരണം എക്സാം എഴുതുന്ന സമയത്ത്. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ബി ക്യാൻസൽ ആയി പോകും, ബി മൈനസ് ബി എന്തായി പോകും, 0 ആയി പോകും. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് തന്നെ. ഓക്കെ, ആദ്യം നമ്മൾ ഏത് വാരിയബിൾ ആണ് അല്ലെങ്കിൽ ഏത് ചരമാണ്, എ ആണോ ബി ആണോ ഇല്ലാതാകുന്നത് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂട്ടാനോ കുറയ്ക്കാനോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ദെൻ 2a മൈനസ് എ എന്ന് പറയുന്നത് എത്രയാണ്, എ ആണ്. ശ്രദ്ധിക്കുക, 2a മൈനസ് എ എന്ന് പറയുന്നത് ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്, ഈക്വൽ ടു 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. എത്രയാണ്, 3 മൈനസ് 2 എന്ന് പറയുന്നത് 1 ആണ്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള a is equal to 1 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, ഒന്നാമത്തെ ഇക്വേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1, സോറി 2 ആണ്. a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2 എന്നാണ് വന്നിട്ടുള്ളത്. അതിൽ എയുടെ വാല്യൂ തന്നെ 1 ആണ്. 1 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും 2 മൈനസ് ഈ 1 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -1 ആയി മാറും, ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. അപ്പൊ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, പോളിനോമിയൽ എഴുതാം. എങ്ങനെ, എയുടെ പൊസിഷനിൽ 1 കൊടുക്കുക. എങ്ങനെ, ശ്രദ്ധിക്കുക, p of x is equal to 1 into x square plus ബിയുടെ വാല്യൂ എത്രയാണ്, 1 അല്ലേ, 1 into x, പിന്നെ c 0 ആണെന്ന് ഞാൻ ഒഴിവാക്കി. ഇനി 1 into x square എന്ന് പറഞ്ഞാൽ എത്രയാണ്, x square ആണ്, പ്ലസ് 1 into x എന്ന് പറഞ്ഞാൽ എന്താണ്, x ആണ്. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു എ പ്ലസ് ബിയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഇക്വേഷൻസ്, ഒരു സമവാക്യ ജോഡി കിട്ടുന്നുണ്ട്, അത് സോൾവ് ചെയ്യണം. പിന്നെ ഈ c is equal to 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല, ലാസ്റ്റ് നമ്പർ വരില്ല. ലാസ്റ്റ് നമ്പർ അതിന്റെ കൂടെ വന്നിട്ടില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് c പിന്നെ എല്ലാവർക്കും എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഫൈൻഡ് ഡിഫറെന്റ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് വ്യത്യസ്ത തരം ബഹുപദങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ബഹുപദങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള കണ്ടീഷനാണ് അല്ലെങ്കിൽ ഒരു വിവരങ്ങളാണ് തന്നിട്ട് p of 0 is equal to 0, p of 1 is equal to 2 എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന ഒന്നിൽ കൂടുതൽ പോളിനോമിയൽസ് ഉണ്ടാവാം, അതാണ് അവർ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കുക, അപ്പൊ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ. എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, രണ്ടാം കൃതി ബഹുപദമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊതുവെ ഇങ്ങനെ എഴുതാം, p of x is equal to ax square plus bx plus c എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ആദ്യത്തെ കണ്ടീഷൻ ഉപയോഗിക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്, p of 0 എന്ന് പറയുന്നത് 0 ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ എന്തായി മാറും, 0 ആയി മാറും. മുഴുവൻ വാല്യൂ ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ചെയ്ത് കിട്ടുന്ന അവസാനം എന്തായി മാറും, 0 ആയി മാറും. അപ്പൊ നോക്കുക, നമ്മൾ എന്ത് ചെയ്യുക, എക്സിന്റെ പൊസിഷനിൽ 0 കൊടുക്കുക, a into 0 square plus b into 0 plus c is equal to 0 എന്ന് പറയുന്നത്. a into 0 square എന്ന് പറഞ്ഞാൽ അത് 0 ആയി പോയി, b into 0 എന്ന് പറഞ്ഞാൽ അതും 0 ആയി പോയി, ബാക്കി എന്താണ് c is equal to 0 എന്ന് പറഞ്ഞു. c is equal to 0 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ട് മുമ്പ് ചെയ്ത പോലെ ലാസ്റ്റിൽ വരുന്ന സംഖ്യ ഇല്ല, ലാസ്റ്റ് വരുന്ന കോൺസ്റ്റന്റ് വരുന്ന സംഖ്യ ഇല്ല അല്ലേ. അപ്പൊ നമ്മള് സമവാക്യം കുറച്ചുകൂടി ചെറുതായി മാറും അല്ലെ, ഈ രണ്ട് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നോക്കുക, അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് p of 1 is equal to 2 എന്ന്. p of 1 is equal to 2, p of 1 is equal to 1 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, എക്സിന്റെ പൊസിഷനിൽ 1 കൊടുക്കണം. അപ്പൊ a into 1 square plus b into 1 is equal to 2 എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നോക്കുക, a into 1 square എന്ന് പറഞ്ഞാൽ എത്രയാണ്, a into 1 square എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് b into 1 എന്ന് പറഞ്ഞാൽ b ആണ്, is equal to 2 എന്ന് പറയാൻ പറ്റും. a into 1 എന്ന് പറഞ്ഞാൽ a തന്നെയാണ്, a plus b is equal to 2. ഓക്കെ അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയൊന്നും നമുക്ക് തന്നിട്ടില്ല. എന്താ പറഞ്ഞിട്ടുള്ളത്, a plus b is equal to 2. ഓക്കെ, ഇനി എങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് തന്നിരിക്കുന്നതിൽ c 0 ആണ്. അതായത് ഒരു ബഹുപദം അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ നമുക്ക് എഴുതണമെങ്കിൽ എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എഴുതാം. അതിൽ സിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ ഇനി മൂന്നാമത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് a plus b is equal to 2 എന്നുള്ളത്. അതായത് ഈ എയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക, 2 ആണ് കിട്ടുക. ഓക്കെ, നമുക്ക് a plus b is equal to 2 എന്ന് വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇവിടെ സി നമുക്ക് 0 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു പോളിനോമിയൽ ധൈര്യമായിട്ട് എഴുതാൻ പറ്റും
അതിൽ സി 0 ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പിന്നെ നമുക്ക് എയും ബിയും ആണ് അല്ലെ. അതിനുള്ള കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല a + b = 2 എന്ന് വരുന്നത്. അതായത് രണ്ട് നമ്പേഴ്സ് കൂട്ടി കഴിഞ്ഞാൽ 2 കിട്ടണം. അങ്ങനെ വരുന്ന സംഖ്യകൾ എടുക്കാം. ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? 1 + 1 എന്ന് പറയാൻ പറ്റും = 2 ആണ്. അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അർത്ഥം എയും ബിയും 1 ആണെന്ന് പറയാൻ പറ്റും അല്ലെ. 1 + 1 = 2 എന്ന് പറയാം. പിന്നെ അടുത്ത് എന്ത് ചെയ്യാം? എക്ക് വേണമെങ്കിൽ 0 കൊടുക്കാം. 0 + 2 = 2 എന്ന് പറയാൻ പറ്റും അല്ലെ. പിന്നെയോ പിന്നെ വേണമെങ്കിൽ എക്ക് 2 കൊടുക്കാം, ബിക്ക് 0 കൊടുക്കാം. 2 + 0 ഇത് എന്താണ്? 2 ആണ് അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇനി 3 - 1 എന്ന് പറയാം അല്ലെ. എയും ബിയും എന്ത് വേണമെങ്കിലും വരാൻ പറ്റും അതെ. അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്. ഇതിനർത്ഥം തന്നെ എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 0 ആണ്. പിന്നെയോ ഇതിനെയോ ബി ഇവിടെ എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ -1 ആണ് അല്ലയോ. പിന്നെ നമുക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ 4 - 2 = 2 എന്ന് എഴുതാം. അപ്പൊ എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ -2 ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എയും ബി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് വരും? നമ്മൾ പോളിനോമിയൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഈ കേസിൽ നോക്കാം എന്താണ് നമ്മൾ പോളിനോമിയൽ വരുന്നത്. എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 1 ആണ് അല്ലേ. അപ്പോ എയുടെ വാല്യൂ 1 വരുമ്പോൾ 1 × x² എന്താണ്? x² ആണ്. പ്ലസ് പിന്നെയോ ഇവിടെ b × 1 അതായത് 1 ബിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 × x എന്ന് പറയുന്നത് വരും, അതും x തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യത്തിൽ എയും ബിയും 1 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? x² + x എന്നാണ് നമ്മൾ പോളിനോമിയൽ വരും, ബഹുപദം വരിക അല്ലേ. ഇനി എന്ത് പറ്റും? രണ്ടാമത്തെ കേസ് നോക്കുക. 0 ഉം 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എന്ത് വരും എന്നുള്ളത് നോക്കാം. എയുടെ വാല്യൂ 0 ആണ്. എയുടെ വാല്യൂ 0 ആണെങ്കിൽ 0 × x² എന്താണ്? 0 ആയി അല്ലെ. ഈ ടേം മുഴുവനായിട്ട് 0 ആയി പോയി. പിന്നെ ബാക്കി എന്താണ്ടാവുക നോക്കുക. ബിയുടെ വാല്യൂ 2 ആണ്. 2 × x എന്ത് വരും? 2x വരും. അത് മാത്രമേ വരുള്ളൂ അല്ലെ. പിന്നെ സി എന്താണ്? ഓൾറെഡി 0 ആണ്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ b of x = 2 എന്ന് വരുന്നുണ്ട് അല്ലെ. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു പോളിനോമിയലിന്റെ പ്രത്യേകത പറയാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. എപ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ആണെന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാം കൃതിയാണെന്ന് എപ്പോഴാണ് പറയാം? x² ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? രണ്ടാം കൃതിയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? x² ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? രണ്ടാം കൃതിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ എന്തില്ല? x² ഇല്ല. ഇതിൽ x മാത്രമേ ഉള്ളൂ. x ഉള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കിട്ടില്ല. ഇത് എന്താണ്? ഒന്നാം കൃതി ബഹുപദമാണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മളെ ആൻസറിൽ എന്തില്ല? ഇങ്ങനെ ഒരു സംഗതിയില്ല. അല്ലെങ്കിൽ എയുടെ വാല്യൂ 0 ആകുന്ന കണ്ടീഷൻ ഒന്നും എന്തല്ല ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഈ ക്വസ്റ്റിനകത്ത്. കാരണം എയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഈ ടേം മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യും. പിന്നെ ബാക്കി എന്താണ്? അവിടെ എക്സിന്റെ ടേം അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാൻ കഴിയില്ല? ഈ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ഡിഗ്രി ആണെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ എയുടെ വാല്യൂ നിർബന്ധമാണ്. ബി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പൊ എയുടെ വാല്യൂ ഞാൻ 2 കൊടുക്കുന്നു, ബിയുടെ വാല്യൂ 0. എയുടെ വാല്യൂ 2 ആണെങ്കിൽ എന്ത് വരും? 2 × x² എന്ത് വരും? 2x² വരും അല്ലെ. p of x = 2x². ഇനി ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ 0 × x എന്താണ്? 0 ആയി പോയി. പിന്നെ അതില്ല, സിയും 0 ആണ്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പൊ x² ഉണ്ടാവാനാണ് പ്രധാനം. എക്സും നമ്പറും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇനി അടുത്ത് നോക്കുക. എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ -1 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും p of x എന്ന് എഴുതാൻ പറ്റും. എയുടെ വാല്യൂ 3 ആണെങ്കിൽ 3 × x² എന്താണ്? 3x² ആണ് അല്ലെ. ബിയുടെ വാല്യൂ -1 ആണ്. അപ്പൊ -1 × x എന്താണ്? -1 × x എന്ന് പറയുന്നത് -x ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത കാര്യം പറയുമ്പോൾ ക്ലിയർ ആവും. അതായത് ശ്രദ്ധിക്കുക, ഇവിടെ വരുമ്പോൾ a 4 ആണ്, b -2 ആണ്. അപ്പൊ എയുടെ വാല്യൂ 4 ആണെങ്കിൽ 4 × x² അല്ലെ. അപ്പൊ നമ്മുടെ പോളിനോമിയൽ എന്ത് വരും? 4x². പിന്നെയോ ബിയുടെ വാല്യൂ -2 ആണ്. അപ്പൊ -2 × x അല്ലെ. -2 × x എന്താണ്? -2x ആണെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോളിനോമിയൽസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് എന്താ വെച്ചാൽ കൃത്യമായി നമുക്കൊന്നും പറയാനില്ല. ഒരുപാട് ഡിഫറെന്റ് പോളിനോമിയൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ഒരു കണ്ടീഷനാണ് c 0 ആയി പോയി a + b = 2 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി a + c ആണെങ്കിലും a + c യുടെ വാല്യൂ a + c = 2 എന്നാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയും സിയും വ്യത്യസ്ത രീതിയിൽ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പോളിനോമിയൽസ് ഇതുപോലെ പറയാൻ പറ്റും. അങ്ങനെ ഏത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുന്നത്. ഇതോടുകൂടി നമ്മൾ ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. നമ്മൾ അതായത് ഡൗട്ട്സ് വരുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതായത് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിച്ചുകൊണ്ട് 1-2 ക്ലാസ് കൂടെ ഇനി ചെയ്യും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.